പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ ഒരു ദുരിതമാണ് ഈ പോക്സോ കേസ്. അത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു നിയമമാണ്. വളരെ സ്ട്രിക്റ്റായ വകുപ്പും ചട്ടവും ഒക്കെ ഇട്ട് നല്ല ശിക്ഷയൊക്കെ വെച്ചിട്ട് ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ജാമ്യം കിട്ടാതെ ഇങ്ങനെയൊക്കെ ചെയ്തു. ശരിയാണ്, കൊച്ചു പെൺകുട്ടികളെ സംരക്ഷിക്കാൻ നിയമം ആവശ്യമാണ്. നിലവിലുള്ള നിയമം പോരാ എന്ന് പാർലമെൻറ്റിന് തോന്നി. അങ്ങനെ ഉണ്ടാക്കിയതാണ് പോക്സോ എന്ന ആക്ട്, പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ്. അങ്ങനെ ഒരു പോക്സോ എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് അവിടെ നിൽക്കട്ടെ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ കാര്യത്തിലാണ്. ഞാനിനി ഒരു അനുഭവ കഥ നിങ്ങളോട് പറയാം. നടന്ന കഥയാണ്, സ്ഥലം ഞാൻ പറയില്ല. സ്ഥലം പറഞ്ഞാൽ പോയില്ലേ. അപ്പോൾ 14 വയസ്സുള്ള ചെറുക്കൻ, 15 വയസ്സുള്ള പെൺകുട്ടി ഗർഭിണിയായി. കേസ് ലോക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസുകാർ നോക്കിയപ്പോൾ ഇത് സംഭവം കടപ്പുറത്താണ്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ രണ്ട് കൂട്ടരും തമ്മിൽ വലിയ അടിപിടി നടക്കും, കലാപം നടക്കും. എന്ത് ചെയ്യും? SI ഒരു വക്കീലിനെ വിളിക്കുന്നു. വക്കീൽ എന്നെ വിളിക്കുന്നു. എൻ്റെ കൂടെ ഒന്ന് വരണം, ഇന്നതാണ് സംഭവം, അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം, എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മതി. ഞാൻ പറഞ്ഞു, എനിക്ക് സാരമില്ല മോഹൻദാസ്, ഒന്ന് കൂടെ വന്നാൽ മതി. ഞാൻ പോയപ്പോൾ ഇതാണ് പ്രശ്നം. ചെറുക്കന് 14 വയസ്സ്, പെണ്ണിന് 15 വയസ്സ്, പെണ്ണ് ഗർഭിണി. എന്ത് ചെയ്യും? ഞങ്ങൾ സൂത്രത്തിന് ഈ പെണ്ണിൻ്റെ കൂട്ടത്തിൽ ഒരു കാരണവർ, ഒരു 80-85 വയസ്സുള്ള കാരണവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് കാര്യം പറഞ്ഞു, കാരണവരെ ഇങ്ങനെ ഇരിക്കുന്നത്, പിള്ളേരിങ്ങനെ ഒരു അവിവേകം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേരെ തല്ലിക്കൊല്ലാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ ഒക്കെ ശരിക്കും പറഞ്ഞാലുണ്ടല്ല, ഈ ചെറുക്കനെ അറസ്റ്റ് ചെയ്യണം. അവന് 14 വയസ്സല്ലേ ഉള്ളൂ. ജുവനൈൽ കോർട്ടിൽ വിടണം, ദുർഗുണപരിഹാര പാഠശാലയിൽ വിടണം. പെൺകുട്ടിയെ നിയമമനുസരിച്ച് CWC ഏൽപ്പിക്കാം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. ഇത് ഏൽപ്പിക്കേണ്ട താമസമേ ഉള്ളൂ. ഉള്ള TV-ക്കാരെല്ലാം ചാടി വീണ് ആ പെൺകുട്ടിയുടെ മുഖം മറച്ചും അല്ലാതെയും ഇൻ്റർവ്യൂ, അവിടെ പോവുക, ആ നാട്ടുകാരോട് ചോദിക്കുക, എല്ലാം കൂടെ അലമ്പാക്കും. ഇത് അതോടെ അടിപിടിയും തുടങ്ങും, പോലീസുകാരുടെ സ്വസ്ഥതയില്ലാതെയാകും. അപ്പോൾ ഇതാണ് നിയമപരമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇതാണ്, പെൺകുട്ടിയെ CWCയിൽ വിടണം, ചെറുക്കനെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ദുർഗുണപരിഹാര പാഠശാലയിലും വിടണം. എന്ത് ചെയ്യും? കാരണവരൊരു കാര്യം ചെയ്യും, അപ്പുറത്തെ ചെറുക്കൻ്റെ വീട്ടുകാരുടെ ആ ഗ്രൂപ്പിൻ്റെ ഏതെങ്കിലും ഒരു കാരണവരെ, അയാളെ ഞങ്ങളിവിടെ എത്തിക്കാം. കാരണവന്മാർ തമ്മിൽ സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതിനൊരു ഒഴിവ് കാണണം. അദ്ദേഹം വിവേകമുള്ളൊരു മനുഷ്യനായതുകൊണ്ട് സമ്മതിച്ചു. ഞങ്ങൾ അപ്പുറത്തെ ഗ്രൂപ്പിലെ ഒരു കാരണവരെ തപ്പി, ഏകദേശം ഇതേ പ്രായമുള്ള 85-86 വയസ്സുണ്ട്, സ്റ്റേഷനിൽ വരുത്തിയിട്ട് വിവരം പറഞ്ഞു, ഇന്ന മാതിരിയാണ്, നാറ്റക്കേസാണ്, നിങ്ങൾ 2 പേരും പിടിച്ചാൽ ഇത് നിൽക്കില്ല, വലിയ പ്രശ്നം, അടിപിടി, വ്യാപകമായ പ്രശ്നമുണ്ട്, പേര് ചീത്തയാകും, TV-ക്കാരെല്ലാം കയറി ഇടപെടും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും പരിഹരിക്കണം. ഇവർ തമ്മിൽ സംസാരിച്ച് അവരൊരു ഒത്തുതീർപ്പിലെത്തി. പെണ്ണിനെ ഞങ്ങൾ ഒരു 4 ജില്ല അപ്പുറത്തേക്ക് കടത്താം, അവിടെ ഒരു ബന്ധു വീട്ടിലേക്ക് കടത്താം, പെണ്ണിന് അബോർഷൻ നടത്താം. ചെറുക്കനെ തെക്കൊരു ദേശത്ത് അവരുടെ ഏതോ അമ്മാവനും ആരോ ഉണ്ട്, കുറച്ച് നാൾ അവിടെ പോയി താമസിക്കട്ടെ, ചെറുക്കനെ അവിടുത്തെ പള്ളിക്കൂടത്തിൽ ചേർക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തി. കേസൊന്നും ഇല്ലാതെ തീർത്തു. ഇനിയിപ്പം നിങ്ങൾ പറ, ഞാൻ ചെയ്തത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണോ? പ്രവൃത്തി ഞാൻ ചെയ്തത് അല്ലെങ്കിലും നിയമവിരുദ്ധ പ്രവൃത്തിക്ക് കൂട്ടുനിന്നവനാണല്ലോ ഞാൻ. ആണ്. ഒരൊന്നാന്തരം പോക്സോ കേസ് അത് തേച്ച് മാച്ച് കളഞ്ഞവനാണ് ഞാനും എൻ്റെ കൂടെ അതിന് മുൻകൈ എടുത്ത വക്കീലും ആ സ്റ്റേഷനിലിരുന്ന SIയും.
ഞങ്ങൾ 3 പേരും ഒരു കുറ്റകൃത്യം ഇല്ലാതെ ആക്കിയ പ്രതികളാണ് 3 പേരും. ബട്ട് സാമൂഹ്യമായ വലിയൊരു പ്രശ്നം പൊട്ടിത്തെറിയിലേക്ക് പോകാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് തേച്ച് മാച്ച് കളഞ്ഞത്. അല്ലാതെ എന്താ ഇതിന് വഴിയെന്ന് പറ, എന്താ വഴിയെന്ന് പറ? മനുഷ്യനല്ലേ, പിള്ളേരല്ലേ, അവർ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ അവരെ തല്ലാൻ കൊല്ലാൻ കുറേ വഴക്ക് പറയാമെന്നുള്ള പ്രയോജനം എന്താ? ഇത് ഈ ടി വിക്കാരും എല്ലാം കൂടെ കൂടിയിട്ട് ഈ പ്രശ്നം വഷളാക്കിയിട്ട് മനുഷ്യന് തലക്ക് പുറത്ത് കാണിക്കാൻ വയ്യാത്ത രീതിയിൽ വൃത്തികേടാക്കില്ലേ. സകല ഫേസ്ബുക്കിലും അവിടെ ഇവിടെ ആൾക്കാർ കമൻ്റടി, വഴിയെ നടക്കുമ്പോൾ വേറൊരു കമൻ്റടി, തൻ്റെ കൊച്ചുമോനല്ലേ ഇപ്പോൾ അവിടെ പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ അപ്പാപ്പിന് വഴിയെ നടക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? നമ്മുടെ നാടല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തു. ഇതുപോലെ ഉത്തർപ്രദേശിലൊരു സംഭവം ഉണ്ടായി. അതിൻ്റെ ജഡ്ജ്മെൻറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. വെറും 2 പേജുള്ള ജഡ്ജ്മെൻറ്റ്. ജസ്റ്റിസ് സിംഗിൾ ബെഞ്ചിലാണിത് വന്നത്. രാജേഷ് സിംഗ് ചവാൻ ജൂലൈ 1-ാം തീയതി എഴുതിയ ജഡ്ജ്മെൻറ്റാണ്. ഇതിലെ ഏടാകൂടം നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. 17 വയസ്സ് ഉള്ള പെൺകുട്ടി, പ്രായപൂർത്തിയായിട്ടില്ല. 20 വയസ്സും 8 മാസവും ഉള്ള ആൺകുട്ടി, പ്രായപൂർത്തിയായിട്ടില്ല. ഇവർ തമ്മിൽ ലവ് അഫെയറിലാകുകയും പെൺകുട്ടി ഗർഭിണിയാകുകയും ചെയ്തു. ആ പെൺകുട്ടിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. പോക്സോ എന്ന് പറഞ്ഞ് ചെറുക്കനെ അറസ്റ്റ് ചെയ്തു. ചെറുക്കൻ കഴിഞ്ഞ മാർച്ച് മുതൽ ജയിലിൽ കിടക്കുക. സാർ എനിക്ക് ജാമ്യം തരണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ വരുന്നത്. അവൻ പറയുന്നത്, ഞാൻ ഈ പെൺകുട്ടിയുമായിട്ട് അടുപ്പത്തിലായിരുന്നു കുറേ കാലമായിട്ട്, ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. പെൺകുട്ടി പറയുന്നു, ഞാൻ ഇവനെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്, ഞാൻ സ്വമനസ്സാലെയാണ് ഇവൻ്റെ കൂടെ പോയത്, പലതവണ പോയി, അങ്ങനെയാണ് ഞാൻ ഗർഭിണിയായത്, ഇപ്പോൾ ഗർഭിണിയാണ്. എന്തു ചെയ്യും? 7 മാസമോ മറ്റോ ഗർഭമുണ്ട് കുട്ടിക്ക്. 2 പേരും മൈനറാണ്. അപ്പോൾ ഇയാളുടെ പേരിൽ ചാർത്തിയിരിക്കുന്ന കുറ്റം എന്താണെന്നറിയാം? സത്യം സോൻകർ എന്നാണ് ഈ പയ്യൻ്റെ പേര്. സത്യം സോൻകർ ഈസ് ലാംഗ്വിഷിംഗ് ഇൻ ജയിൽ സിൻസ് 6/3/2025. കഴിഞ്ഞ മാർച്ച് 6 മുതൽ ചെറുക്കൻ ജയിലിൽ കിടക്കുക. BNSൻ്റെ 137(2), 87, 64(1) ഇതൊക്കെ, അതുകൂടാതെ 5J 11/6 ഓഫ് പോക്സോ ആക്ട്. വകുപ്പ് എത്രയാണ് ചെറുക്കൻ്റെ പേര്? കുറേ വകുപ്പുകൾ എടുത്തങ്ങിട്ട് ഇത് വകുപ്പുകളൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇതനുസരിച്ചുള്ള കുറ്റം ആ ചെറുക്കൻ ചെയ്തിട്ടുണ്ട്. യു ഷുഡ് നോട്ട് എൻറ്റർ ഇൻ ടു എ ലവ് അഫെയർ ബിഫോർ യു ബിക്കം മെച്യൂർ. ഇതാണ് നിയമത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ആയിട്ട് ആ പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ പെൺകുട്ടിയും കുറ്റക്കാരിയായി, ആൺകുട്ടിയും കുറ്റക്കാരനായി. അപ്പോൾ ആൺകുട്ടിയുടെ വക്കീൽ പറഞ്ഞു, stated that the present applicant has been in affairs with the victim and they got married though that marriage is not a social marriage. അയാളുടെ വക്കീൽ അഡ്മിറ്റ് ചെയ്യുന്നു, സമ്മതിക്കുന്നു, ഇവർ തമ്മിൽ ലവ് അഫെയറിലായിരുന്നു, ഇവർ കല്യാണവും കഴിച്ചു, പക്ഷേ അതൊരു വാലിഡ് മാരേജ് ഒന്നുമല്ല, മൈനറല്ലേ 2 പേരും. ആ കല്യാണത്തിന് എന്ത് വില? അപ്പോൾ പക്ഷേ കല്യാണം അവർ കഴിച്ചു. With the aforesaid wedlock, the victim became pregnant and she is having pregnancy of 5 months. പെൺകുട്ടി ഇതിനെ തുടർന്ന് ഗർഭിണിയായി, ഇപ്പോൾ 5 മാസം ഗർഭിണിയാണ്. The applicant is willing to get married with the victim in a social marriage and he is willing to look after the victim as his wife. ഈ ജാമ്യം ചോദിച്ചു വന്നിരിക്കുന്ന ചെറുക്കൻ, എന്താ അവൻ്റെ പേര്? സത്യം ശങ്കർ. ഈ സത്യം ശങ്കർ ഈ 5 മാസം ഗർഭമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. അവർ ഭാര്യയും ഭർത്താവും പോലെയാണ് ജീവിച്ചത്. അവൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നേ. പിന്നെ ഇതിനകത്ത് എന്താ പ്രശ്നമുണ്ട്? പെൺകുട്ടി മൈനറാണെങ്കിൽ അവളുടെ സമ്മതമുണ്ടെങ്കിൽ പോലും അത് ബലാത്സംഗമായിട്ട് കണക്ക് കൂട്ടുമെന്നാണ് പോക്സോ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടി സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും കാര്യം നടക്കില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മൈനറാണോ, സമ്മതമുണ്ടെങ്കിൽ പോലും, വിളിച്ചു കയറ്റിയതാണെങ്കിൽ പോലും അത് ബലാത്സംഗമാകും.
ഞാൻ ഈ വിളിച്ചു കയറ്റിയതാണെങ്കിൽ പോലും എന്ന് പറയാൻ കാര്യമുണ്ട്. ഇതുപോലെ വേറൊരു കേസിലും ഞാൻ ഇടപെട്ടിരുന്നു. ജീവിതാനുഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ചെറുക്കൻ മേജറാണ്, 21 വയസ്സുണ്ട്. പെണ്ണിന് 16 കഴിഞ്ഞതേ ഉള്ളൂ. പെണ്ണ് ഗർഭിണിയായി. ചെറുക്കൻ പോക്സോ കേസിലാണ്. കേസായി. എന്തു ചെയ്യും? കൂടുതൽ SIയെ പോലെ പോയി കണ്ട് കാല് പിടിച്ച് പുള്ളി പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ വകുപ്പും ചട്ടവും അനുസരിച്ച്. എന്ന് വെച്ചാൽ പെൺകുട്ടി ഗർഭിണിയായെന്ന് ഹോസ്പിറ്റലിലാണ് മനസ്സിലാക്കുന്നത് ആദ്യം. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടറുടെ ഡ്യൂട്ടിയാണ് CWC, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കണം. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിഞ്ഞാൽ നിയമപരമായിട്ട് അവർ പോലീസിനെ അറിയിക്കണം, കേസെടുക്കാൻ പറയണം. ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തു. കുടുങ്ങിയത് ഈ 2 പിള്ളേരാണ്. ഈ പെൺകുട്ടിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് തല തല്ലി കരഞ്ഞുകൊണ്ട് പറയുന്നു, സാർ ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാണ് സാർ, എനിക്ക് അവനെ വലിയ കാര്യമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു. ചെറുക്കനാണെങ്കിൽ സ്തബ്ധനായിട്ട് നിൽക്കുന്നു. എന്ത് ചെയ്യും? SI പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അവന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇടാം, അതിനിടയ്ക്ക് നിങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം മേടിക്കുകയോ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ജാമ്യത്തിന് പോയി. പിന്നെ അതെന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അവിടെ വെച്ച് ഞാൻ എൻ്റെ ഇടപെടൽ നിർത്തി. ഞാൻ ഇടപെട്ട് 2ാമത്തെ പോക്സോ കേസാണ്. സൊസൈറ്റിയിൽ ഇത് സംഭവിക്കുന്നത് നമ്മൾ നിയമത്തിൽ എഴുതി വെച്ചു എന്ന് വിചാരിച്ചിട്ട് അതനുസരിച്ചാണോ ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്നത്? ചെറുപ്പത്തിൻ്റെ വഴിക്ക് പോവുകയല്ലേ. അവരിത് ചെയ്തു കൂട്ടിയെന്ന് പറഞ്ഞിട്ട് അവരെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? പോക്സോ ആക്ട് എടുത്തു കളയണമെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. ബട്ട് അതിൽ നിരന്തരം ഇത്തരം കേസുകൾ വരുന്നു. അങ്ങനത്തെ ഒരു കേസ് കേരളത്തിലെ 2 കേസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. UP 26 കോടിയാണ് ജനസംഖ്യ. അപ്പോൾ അവിടെ എത്ര എണ്ണം ഉണ്ടാകും? അതിൽ ഒരെണ്ണമാണ് ഈ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത്. Complainant has also stated that the family members of the prosecutors have no objection if the applicant and prosecutors get married. He also submitted that the prosecutor is having pregnancy of 5 months. പെൺകുട്ടിയുടെ വക്കീലും പറഞ്ഞു, ആൺകുട്ടിയുടെ വക്കീൽ പറഞ്ഞതൊക്കെ സത്യമാണ്. ആൺകുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അവർ സുഖമായിട്ട് ജീവിച്ചു പോട്ടെ. കോടതി ധർമ്മസങ്കടത്തിലായി. കാര്യം ശരിയാണ്, എല്ലാം മനസ്സിലായി. പക്ഷേ നിയമം കിടക്കുന്നു. മൈനർ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പോക്സോ നിയമം കിടക്കുന്നു. അല്ല, അവളുടെ സമ്മതം പറ്റില്ല. സമ്മതം ഉണ്ടെങ്കിൽ പോലും അത് ബലാത്സംഗമാണ്. ബലാത്സംഗത്തിന് തടവ് ശിക്ഷ എത്രയാണ്? 20 വർഷം. ഇപ്പോൾ ഈ ചെറുക്കന് 20 ആയതേ ഉള്ളൂ. 20 വർഷം തടവും കഴിയുമ്പോൾ അവന് 40 വയസ്സാകും. അതുവരെ ഈ പെൺകുട്ടി ഈ പ്രസവിച്ച കൊച്ചിനെയും കൊണ്ട് പുറത്ത് ഭർത്താവ് വരുന്നതും കാത്തിരിക്കണം. 20 വർഷം, 1-2 അല്ല. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ജീവിതമാണ് അവർക്ക്? നിയമവും ജീവിതവും തമ്മിൽ ക്ലാഷ് ആവുന്നത് കണ്ട. ഇതൊക്കെ സ്റ്റാർക്ക് സത്യങ്ങളാണ്. Learned counsel for the applicant has stated that in FIR, the age of the prosecutor has been recorded as 15 years. But as per medical examination report, which has been enclosed, her age is about 17 years. Therefore, in peculiar facts and circumstances, she is pregnant with the applicant and both are willing to get married. Therefore, the applicant may be enlarged on bail. പെൺകുട്ടിയുടെ റെക്കോർഡ് പ്രകാരം 15 വയസ്സേ ഉള്ളൂ. മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയ ഡോക്ടർ പറഞ്ഞു ഇവർക്കൊരു 17 വയസ്സെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ പരിഗണിച്ചിട്ട് എൻ്റെ കോടതി ഈ ചെറുക്കനെ ഒന്ന് ജാമ്യത്തിൽ വിടണം, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ 17 വയസ്സുള്ളതെന്ന് പറഞ്ഞാൽ മെച്യൂർ ആവാനായിട്ട് 1 വർഷമല്ലേ ബാക്കിയുള്ളൂ. കോടതിക്ക് ഇത് സമ്മതിക്കാൻ പറ്റില്ല. 1 വർഷമല്ല, 1 ദിവസം ബാക്കിയുണ്ടെങ്കിൽ മൈനറാണ്. ശരിയല്ലേ? നിയമം അങ്ങനെയല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഹാവിങ് ഹേർഡ് ലേണഡ് കൗൺസിൽ ഫോർ ദ പാർട്ടീസ്, 2 പേരെയും കേട്ടിട്ട് ഇനി 17 വയസ്സാണെങ്കിൽ തന്നെ കോടതി പറഞ്ഞു വിച്ച് ഈസ് നോട്ട് മാരേജബിൾ ഏജ്, ബട്ട് ഷീ ഈസ് ക്യാരിയിങ് പ്രഗ്നൻസി വിത്ത് ദ ആപ്ലിക്കൻറ്റ് ആൻഡ് ബോത്ത് ആർ വില്ലിംഗ് ടു ഗെറ്റ് മാരീഡ്. Therefore, in a peculiar facts and circumstances and also in the interest of the prosecutrix and her child who is in womb, the present applicant may be enlarged on interim bail for a period of 2 months so that he could get out from jail and immediately after coming out of jail, he could look after the prosecutor. 2 മാസത്തേക്ക് തൽക്കാലം ഈ ചെറുക്കന് ബെയിൽ കൊടുക്കാം. കാരണം പെണ്ണിന് 17 വയസ്സാണെങ്കിൽ പോലും വകുപ്പില്ല.
പക്ഷേ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നും സ്വന്തം മനസ്സോടെയാണ് ചെയ്തതെന്നും ഒക്കെയുള്ള അതൊന്നും നിയമത്തിൽ പെടുന്നതല്ല. പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 2 മാസത്തേക്ക് ഇവന് ജാമ്യം കൊടുക്കുന്നു. 2 മാസം ജാമ്യം കൊടുക്കുന്നത് എന്തിനാ? ഈ ഗർഭിണിയായ പെങ്കൊച്ചിനെ കാണാനും അവരെ പരിചരിക്കാനും ഒക്കെയാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. നോട്ടബിളി, ദ പ്രസൻറ്റ് ആപ്ലിക്കൻറ്റ് ഈസ് ഹിന്ദു ബൈ റിലിജിയൻ ആൻഡ് പ്രോസിക്യൂട്രിക്സ് ഈസ് മുസ്ലിം ബൈ റിലിജിയൻ. ഇത് അടുത്ത കോംപ്ലിക്കേഷൻ. ഈ ചെറുക്കൻ ഹിന്ദുവാണ്, പെൺകുട്ടി മുസ്ലിമാണ്. പോരെ? Therefore, they will have to apply their marriage under Special Marriage Act. ഇപ്പോൾ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു എന്ന് തന്നെ വെച്ചോ. 15 അല്ല, അത് 18 വയസ്സാണ് യുവർ ഓണർ, മറ്റവൻ 21 വയസ്സായി, അതാവാൻ 2 മാസമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നമുക്ക് റെഡിയാക്കിയിട്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ഈ പ്രായമായില്ല എന്നുള്ളത് കൊണ്ട് ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. മതം വേറെ വേറെ ആയതുകൊണ്ട് മതപരമായ വിവാഹവും നടക്കില്ല. രജിസ്റ്റർ മാരേജാണ് ഇവർ ചെയ്യേണ്ടത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം. ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് തിരിഞ്ഞു കിടക്കുന്നു, പ്രായപൂർത്തി ആയില്ല എന്നുള്ളത് തിരിഞ്ഞു കിടക്കുന്നു. കോടതിക്ക് ചിലപ്പോൾ ബോധ്യം വന്നു, ശരി പോട്ടെ എന്നൊക്കെ പറഞ്ഞു. ബട്ട് രജിസ്ട്രാർ എടുത്ത് പോകുമ്പോൾ അങ്ങേര് ഈ കടലാസ് നോക്കിയല്ലേ, അങ്ങേര് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് പറയും പറ്റില്ല എന്ന് പറയും, ഈ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും, പിന്നെ വരാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യും? They will have to apply for their marriage under Special Marriage Act, but prosecutrix being minor girl may not enter into relation of marriage legally. Besides, the applicant has also not attained age of 21 years. He is only 20 years 8 months. ഇതാണ് കുരുക്ക്. പെണ്ണിന് 17 വയസ്സാണെന്ന് സമ്മതിച്ചാൽ തന്നെ ചെറുക്കന് 20 വയസ്സ് 8 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ പെണ്ണിന് ഇനി 1 വർഷം കൂടെ കഴിയണം, ചെറുക്കന് 4 മാസം കൂടെ കഴിയണം പ്രായപൂർത്തിയാവാൻ. അതുവരെ എന്ത് ചെയ്യും? അതുവരെ ഈ ചെറുക്കൻ കുറ്റക്കാരനല്ലേ, പോക്സോ കുറ്റക്കാരനല്ലേ, അവൻ ജയിലിൽ തന്നെ തിരിച്ചു പോകണം. അതുകൊണ്ട് 2 മാസത്തേക്ക് അവന് ജാമ്യം കൊടുക്കാൻ തീരുമാനിച്ചു. Therefore, the present applicant, Satyam Shankar, is enlarged on interim bail on his furnishing a personal bond of rupees 25,000 with 2 sureties. 25,000 രൂപയും 2 ആൾ ജാമ്യവും വെച്ചിട്ട് ചെറുക്കന് 2 മാസത്തെ ജാമ്യം കൊടുക്കാൻ തീരുമാനിച്ചു. നിങ്ങളിതിൻ്റെ സോഷ്യൽ ആംഗിളൊന്ന് ആലോചിച്ച് നോക്കി. 21 വയസ്സാകാൻ പോകുന്ന ചെറുക്കൻ, 4 മാസം ബാക്കിയുണ്ട്. 1 വർഷം, 17 വയസ്സായി 18 വയസ്സായാൽ അല്ലെങ്കിൽ 21 വയസ്സാകണം തോന്നുന്നു പെൺകുട്ടിക്ക്. എന്തുമായിക്കോട്ടെ, പെൺകുട്ടി മേജറാവാൻ ഇനിയും താമസിക്കും. പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ളത് സത്യമാണ്, എല്ലാവരും സമ്മതിക്കുന്ന പരമമായ സത്യമാണ്. എന്ത് ചെയ്യണം? അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കണോ? അച്ഛൻ ജയിലിലാണെന്ന് കുഞ്ഞിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണോ? എന്താ ചെയ്യേണ്ടത്? ഈ ഏടാകൂടം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? പോക്സോ ആക്ട് കൊണ്ട്. പോക്സോ ആക്റ്റിൽ സ്ട്രിഞ്ചൻ കണ്ടീഷൻസ് എഴുതിയപ്പോൾ സൊസൈറ്റി എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ആൾക്കാർ ശ്രദ്ധിച്ചില്ല. കൺസെൻറ്റ് പോലും കുറ്റകരമാണ് എന്ന് വരുത്തി. കൺസെൻറ്റോട് കൂടിയുള്ള ലൈംഗിക ബന്ധം പോലും ബലാത്കാരമാണ് എന്ന് പോക്സോ ആക്റ്റിൽ എഴുതി വെച്ചു. അത് എഴുതി വയ്ക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കൺസെൻറ്റ് വാങ്ങാൻ എളുപ്പമാണ് എന്നുള്ള ധാരണ വെച്ചിട്ടാണ്. പ്രായപൂർത്തിയാകാത്തതല്ല, അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് മോഹിപ്പിച്ച് നമുക്ക് സിനിമ കാണാം, മറ്റേ അങ്ങനെ ചെയ്യാം, ഞാൻ നിന്നെ കടലിനക്കരെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണ് മോഹിച്ചിട്ട് കൺസെൻറ്റ് കൊടുക്കും. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. അതിൻ്റെയും പ്രായം അങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചതിയിൽപ്പെടുത്തി പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തി കാര്യം സാധിക്കുക. അത് കഴിഞ്ഞിട്ട് ഇയാൾ മുങ്ങിക്കളയുക. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വകുപ്പ് പോക്സോ ആക്റ്റിൽ എഴുതി വെച്ചത്. ഇനി ഇതിൻ്റെ മറുവശം ഞാൻ പറയട്ടെ. ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി 21 വയസ്സായെന്ന് വെച്ചു. 21 വയസ്സും 1 ദിവസവും ആയിട്ടുണ്ട്. അന്ന് ആ പെൺകുട്ടിയെ ഒരാളിതുപോലെ പ്രലോഭിപ്പിച്ച് ഉപയോഗിച്ചു എന്ന് വയ്ക്കുക. കൺസെൻറ്റ് കൊടുത്തതാണ്, അതുകൊണ്ട് ബലാത്കാരമല്ല, അയാൾക്ക് രക്ഷപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ദിവസങ്ങളൊന്നും നോക്കി വെച്ചാൽ മതി. മൈനർ മേജർ ആകുന്ന ദിവസം, മേജർ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചതി അല്ലാതെയാവും. മൈനറായാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഇടപെട്ടതെങ്കിൽ പോലും നിങ്ങൾ കുറ്റക്കാരനാകും. അങ്ങനെ
ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയോ ബന്ധത്തിലേർപ്പെടുകയോ ചെയ്യുന്നവർ ദിവസങ്ങളുടെ വ്യത്യാസം കൊണ്ട് കുറ്റക്കാരായിട്ട് മാറുകയും പരമ തല്ലിപ്പൊളികളും ചതിയന്മാരുമായിട്ടുള്ളവർ 2 ദിവസം കഴിഞ്ഞു പോയി എന്നുള്ള പഴുതിൽ രക്ഷപ്പെടുകയും ചെയ്യുന്നു ഈ പോക്സോ ആക്ട്. എഗെയിൻ ഞാൻ പറയുന്നു, പോക്സോ ആക്ട് പിൻവലിക്കണമെന്നോ എടുത്തു കളയണമെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിലൊക്കെ ഒരു പുനർചിന്ത ആവശ്യമാണ്. എന്നിട്ട് കോടതി പറയുന്നു, ആപ്ലിക്കൻ്റ് ഷാൽ അപ്പിയർ ബിഫോർ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ടു കോപ്പറേറ്റ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഷാൽ ഫർദർ റിമെയിൻ പ്രസൻറ്റ് ടു കോപ്പറേറ്റ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ആസ് ആൻഡ് വെൻ ദ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൾസ് ഹിം ടു അപ്പിയർ ആൻഡ് ഇഫ് ദ ചാർജ് ഷീറ്റ് ഈസ് ഫയൽഡ് അഗൻസ്റ്റ് ഹിം ഹീ ഷാൽ കോപ്പറേറ്റ് ഇൻ ദ ട്രയൽ പ്രൊസീഡിംഗ് പ്രോപ്പർലി. എനിക്ക് മനസ്സിലാവണില്ല. ഹൈക്കോടതി പറയുകയാണ്, ഇതിൻ്റെ അന്വേഷണവുമായിട്ട് സമ്പൂർണ്ണമായിട്ട് പ്രതി സഹകരിക്കണം. ലോവർ കോർട്ടിൽ ട്രയൽ നടന്നു കഴിഞ്ഞാൽ അതിൽ സഹകരിക്കണം. എന്ത് സഹകരിക്കാൻ? എന്താ ഇനി അന്വേഷിക്കാൻ ബാക്കിയുള്ളത്? ആണും പെണ്ണും പറയുന്നത് ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. പരാതിക്കാരിയും മറ്റേയാളും പറയുന്നു ഇതാണ് സംഭവം എന്ന് പറയുന്നു. പിന്നെ ഇതിലെന്താ അന്വേഷിക്കാൻ ബാക്കിയുള്ളത്? ഞങ്ങൾ അന്വേഷണത്തോട് സഹകരിക്കണം. ട്രയൽ, എന്ത് ട്രയൽ നടത്താൻ? കോടതിയിൽ എന്താ വിചാരണ നടത്താൻ പോകുന്നത്? 2 കൂട്ടരും സമ്മതിച്ച കേസിൽ എന്ത് വിചാരണ? എപ്പോഴാണ് സംഭവം നടന്നത്? ആരൊക്കെ ഉണ്ടായിരുന്നു? സാക്ഷികളുണ്ടോ എന്നൊക്കെ ചോദിക്കാനാണോ പോകുന്നത്? എന്ത് ഭോഷ്ക എനിക്കറിയില്ല. ആൻഡ് ഷാൽ ഫയൽ ആൻ അണ്ടർടേക്കിംഗ് ടു ദ എഫക്ട് ദാറ്റ് ഹി ഷാൽ നോട്ട് സീക്ക് എനി അഡ്ജേൺമെൻറ്റ് ഓൺ ദ ഡേറ്റ്സ് ഫിക്സഡ് ഫോർ എവിഡൻസ് വെൻ ദ വിറ്റ്നസ് ആർ പ്രസൻറ്റ് ഇൻ ദ കോർട്ട്. കീഴ്ക്കോടതിയിൽ വെറുതെ അഡ്ജേൺമെൻറ്റ് ചോദിച്ച് മാറ്റിവെക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കരുത് കേട്ടോ. കൃത്യമായിട്ട് ഹാജരാക്കിയിട്ട് കേസ് തീർക്കണം. In case of default of this condition, it shall be open for the trial court to treat it as abuse of liberty of bail and pass orders in accordance with the law. ഇതൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ കീഴ്ക്കോടതിക്ക് തന്നെ ഈ ജാമ്യം ക്യാൻസൽ ചെയ്തിട്ട് ഇയാളെ വീണ്ടും ജയിലിൽ വിടാം. എന്തിന് ജയിലിൽ വിടുന്നു? എനിക്ക് മനസ്സിലാവണില്ല. അല്ല, ഞാൻ പറയുന്നത് നിയമത്തിന് സമൂഹവുമായിട്ട് ബന്ധം നഷ്ടപ്പെടുമ്പോൾ ഈ രീതിയിലുള്ള അപഹാസ്യമായ സിറ്റുവേഷൻസ് ഉണ്ടാകും. ഇവിടെ ഞാൻ ജഡ്ജിയെയും കുറ്റപ്പെടുത്തുകയില്ല. ജഡ്ജിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉള്ള നിയമം വെച്ചല്ലേ വിധി എഴുതാൻ പറ്റുള്ളൂ. ദ ആപ്ലിക്കൻ്റ് ഷാൽ റിമെയിൻ പ്രസൻറ്റ് ബിഫോർ ദ ട്രയൽ കോർട്ട് ഓൺ ഈച്ച് ഡേറ്റ് ഫിക്സഡ്. എല്ലാ ദിവസവും ട്രയൽ കോർട്ടിൽ ഹാജരാവണം കേട്ടോ. ഇൻ കേസ് ഓഫ് ഹർ ആബ്സെൻസ് വിതൗട്ട് സഫീഷ്യൻറ്റ് കോസ് ദ ട്രയൽ കോർട്ട് മേ പ്രൊസീഡ് അഗൻസ്റ്റ് ഹിം അണ്ടർ സെക്ഷൻ 229A. ശക്തമായ നടപടിയെടുക്കും കോടതിയിൽ വരാതിരുന്നു കഴിഞ്ഞാൽ. ദ ആപ്ലിക്കൻ്റ് ഷാൽ റിമെയിൻ പ്രസൻറ്റ് ഇൻ പേഴ്സൺ ബിഫോർ ദ ട്രയൽ കോർട്ട് ഓൺ ദ ഡേറ്റ് ഫിക്സഡ്. പറഞ്ഞ കാര്യം വീണ്ടും ഇത് ചെയ്യുന്നു. എന്നിട്ടാണ് ഫൈനൽ. ആസ് സൂൺ ആസ് ബോത്ത് പാർട്ടീസ് അറ്റൈൻ ദ മാരേജബിൾ ഏജ് ദേ ഷാൽ അപ്ലൈ ദെയർ മാരേജ് അണ്ടർ സ്പെഷ്യൽ മാരേജ് ആക്ട് ആൻഡ് ഷാൽ ഗെറ്റ് ദെയർ മാരേജ് രജിസ്റ്റേർഡ് ബിഫോർ ദ മാരേജ് രജിസ്ട്രേഷൻ അതോറിറ്റി. പ്രായപൂർത്തിയാകുന്ന മുറയ്ക്ക് 2 പേരും സ്പെഷ്യൽ മാരേജ് ആക്ടിനനുസരിച്ച് കല്യാണം കഴിക്കേണ്ടതാണ്. കഴിച്ചില്ലെങ്കിലോ? കഴിച്ചില്ലെങ്കിൽ അടുത്ത പണിയാണ്. ആ കേസ് പിന്നെ ജന്മം 2 പേരെയും പിന്തുടരും. അതായിരിക്കും റിയൽ കേസ്. ഇവരിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തമ്മിൽ പിണങ്ങിയെന്ന് വെച്ചോ, എനിക്ക് ആ പെങ്കൊച്ചിനെ വേണ്ട, ഞാൻ ആ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല എന്ന് ചെറുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങി. അടുത്ത കേസ് തുടങ്ങുകയാണ് അവിടെ. അപ്പോൾ ഏതായാലും അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രായപൂർത്തിയാകുമ്പോൾ കല്യാണം കഴിക്കണം കേട്ടോ 2 പേരും, എന്നെ കുഴപ്പത്തിലാക്കരുത്. അപ്പോൾ ഇൻ ദ മീൻ ടൈം ദ ആപ്ലിക്കൻ്റ് ഷാൽ ലുക്ക് ആഫ്റ്റർ ദ പ്രോസിക്യൂട്രിക്സ് പ്രോപ്പർലി ആൻഡ് ഷാൽ പ്രൊവൈഡ് ഹർ ഓൾ നെസസറി മെഡിക്കൽ ഫെസിലിറ്റീസ് വിച്ച് ഈസ് റിക്വയർഡ്. ആ പെങ്കൊച്ചിന് മെഡിക്കൽ ഫെസിലിറ്റി അവരുടെ ശുശ്രൂഷ ഒക്കെ നീ നോക്കിക്കോളണം. അതിന് വേണ്ടിയിട്ടാണ് നിനക്ക് 2 മാസത്തെ ജാമ്യം തന്നിരിക്കുന്നത്. എനിക്കറിയില്ല, പെൺകുട്ടി 5 മാസം ഗർഭിണിയാണ്. ഇവന് 2 മാസം ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ 5 2 7 മാസമില്ല ആയുള്ളൂ. പിന്നെയും 2 മാസം കിടപ്പില്ലേ പ്രസവിക്കാൻ? എനിക്കറിയില്ല കോടതി, ബഹുമാനപ്പെട്ട കോടതി. അപ്പോൾ ദ ആപ്ലിക്കൻ്റ് ആൻഡ് പ്രോസിക്യൂട്ടീവ് അലോങ് വിത്ത് ഹർ മദർ ഹു ഈസ് കംപ്ലൈനൻറ്റ് ഷാൽ അപ്പിയർ ഇൻ പേഴ്സൺ ബിഫോർ ദ കോർട്ട് ഓൺ 3rd September 2025 ടു അപ്രൈസ് ദ കോർട്ട്. ലോവർ കോർട്ടിൽ കേസെടുത്ത കോർട്ടുണ്ടല്ലോ, ആ കോർട്ടിൽ ഈ സെപ്റ്റംബർ
3-ാം തീയതി. എന്തിനാ അത്രയും നീട്ടി വയ്ക്കുന്നത്? ഇതിപ്പോൾ ജൂലൈയിലേ ആയുള്ളൂ. ഒരു 15 ദിവസത്തിനുള്ളിൽ പോയിട്ട് ഹാജരാകണമെന്ന് പറയരുതോ? പോയി ട്രയൽ കോർട്ടിനെ ഇതെല്ലാം ബോധ്യപ്പെടുത്തി ഏറ്റവും വേഗം കേസ് തീർത്ത് ജഡ്ജ്മെൻറ്റ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇത് അവസാനിച്ചിരിക്കുന്നു. ഇങ്ങനത്തെ നാശകോടാലി പിടിച്ച കേസുകളൊക്കെ ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നാൽ ഹൈക്കോടതി എന്ത് ചെയ്യും? നിസ്സഹായരായി പോവും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ജസ്റ്റിസ് രാജേഷ് സിംഗ് ചവാൻ്റെ ഈ ജഡ്ജ്മെൻറ്റ്. പോക്സോ കേസ് പെൺകുട്ടികളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് സത്യം. അതേസമയം പെൺകുട്ടിയെയും ആൺകുട്ടിയെയും കുഴപ്പത്തിൽ ചാടിക്കുന്നു എന്നുള്ളത് എൻ്റെ അനുഭവം. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.